നമസ്തേ. ഏതു വർഷത്തിലായാലും ഓഗസ്റ്റ് മാസം 11-ാം തീയതി ജനിച്ച വ്യക്തികളുടെ കാര്യങ്ങൾ ന്യൂമറോളജി പ്രകാരം ചെറിയൊരു വിശകലനം. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 2 ആണ്. 11-ലെ 1 കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് 2. 1 സൂര്യനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 2 ചന്ദ്രനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. 2 ചന്ദ്രനായതിൻ്റെ പേരിൽ കാൽപ്പനികതയുണ്ട് നിങ്ങളിൽ, ഭാവന. പ്രണയബദ്ധിതരാണ് നിങ്ങൾ പൊതുവെ. മറ്റുള്ള എല്ലാ നമ്പറുകളേക്കാളും കൂടുതലായി ഭാവനാ ലോകത്ത് ജീവിക്കുന്നവരാണ് നിങ്ങൾ. ഭൂമിയിൽ സ്ത്രീയെയും പുരുഷനെയും എന്ന 2 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയകാലത്തൊരു പാട്ടുണ്ട്, സ്ത്രീ പുരുഷ പ്രേമം ഭൂമിയുള്ള കാലം വരെയും. 2കാർക്കാണ് സത്യത്തിൽ പ്രസക്തമായിരിക്കുന്നത്. നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ സ്നേഹിച്ചാൽ അതിങ്ങനെ ഡീപ്പായിട്ട് കൊണ്ടു നടക്കും. ആകാശക്കോട്ട കെട്ടിയായിരിക്കും, പ്രാക്ടിക്കലായിട്ടായിരിക്കില്ല ചെയ്യുന്നത്. സ്ത്രീയും പുരുഷൻ പോലെ തന്നെ ശക്തിയും ശിവവും. ഒരു പുരാണ സിനിമയിലെ പാട്ടുണ്ടല്ലോ, ശക്തിമയം ശിവ ശക്തിമയം. ആ ശക്തിയും ശിവവും കൂടി ചേരുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രബലമായ ശക്തിയാണ്. അതിനെ അർദ്ധനാരീശ്വരൻ എന്നും പറയും, ഉമാമഹേശ്വരൻ എന്നെല്ലാം പറയും. പഴയകാലത്ത് ഒരു പാട്ടുണ്ട്, തൂക്കുകൾ കഥ പറയുന്നു സിനിമയിൽ, അർദ്ധനാരീശ്വര പ്രതിമതൻ മുന്നിൽ അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോൾ. ഞാൻ ഈ പാട്ടിനെ പറ്റി ഇവിടെ പരാമർശിക്കാൻ കാരണം, നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ ആൾക്കാരെക്കാളും കൂടുതൽ സ്നേഹമുള്ളവരാണ് പ്രണയത്തിൻ്റെ കാര്യത്തിൽ. അതാണ് കാൽപ്പനികതയിൽ നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുന്നത്. ആരെയും ചെറുതാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതെല്ലാം ഈ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ലൈഫിൽ കുറച്ചൊക്കെ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക. വിവാഹം വരെയും പ്രണയം ഉണ്ടാകും, അതിനുശേഷം പിന്നെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുമാണ് നിങ്ങൾക്ക്. പിന്നെ 2ൻ്റെ മറ്റൊന്നാണ് ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം, ഉയർച്ച, താഴ്ച, രാവും പകലും, അകം പുറം. ഇങ്ങനെയുള്ളതെല്ലാം 2നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി ഓഗസ്റ്റ് 11-ാം തീയതി ജനിച്ച നിങ്ങൾക്ക് അല്പം ഈ താൻ പ്രമാണിത്വം ഉണ്ടാകും, താൻ പോരിമ എന്ന് പറയും. ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന കാര്യം. കാരണം ഒന്നും ചേരുന്നതല്ലേ, ആ 1ൻ്റെ ഭാവമാണ് അവിടെ വരുന്നത്. ആക്ച്വലി നിങ്ങൾ സാധുക്കളാണ്, പക്ഷേ ഇത് പുറമേ പ്രകടിപ്പിക്കും. അതിൻ്റെ പേരിൽ നിങ്ങളെ അഹങ്കാരികൾ എന്നും വിളിക്കും മറ്റുള്ളവർ, അവർ ധരിക്കും. നിങ്ങൾ ജോലിയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സമ്പത്തിനേക്കാൾ ഉപരിയായിട്ട് പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നവരിൽ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട മിക്കവരും തന്നെ പണത്തിന് 2ാം സ്ഥാനമേ കൊടുക്കുകയുള്ളൂ. നിങ്ങളുടെ ദേവത ദുർഗാദേവതയാണ്. ദുർഗയെ ആരാധിക്കുന്നത് നല്ലതാണ്. തിങ്കളാഴ്ചകളിലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എല്ലാ തിങ്കളാഴ്ചയും സപ്പോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല, പൊതുവെ തിങ്കളാഴ്ചകളിൽ സപ്പോർട്ട് ചെയ്യും. വടക്ക് ഭാഗവും വടക്ക് പടിഞ്ഞാറ് എന്ന് വെച്ചാൽ വായുകോണും നിങ്ങൾക്ക് വളരെ സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വടക്ക് വശത്തേക്കോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കോ ഫേസ് ചെയ്തിരുന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അല്പം കൂടി സക്സസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതായാലും പച്ച നിറം സപ്പോർട്ട് ചെയ്യും, വെള്ള നിറവും സപ്പോർട്ട് ചെയ്യും. ഒരു കാരണവശാലും ഞാൻ ധരിച്ചിരിക്കുന്ന പോലെയുള്ള ഈ റെഡ് കളേഴ്സ് അല്ലെങ്കിൽ കളറോ ബ്ലാക്ക് കളേഴ്സോ ഉപയോഗിക്കരുത്. അത് നിങ്ങളുടെ പ്രോസ്പെരിറ്റിക്ക് വിഘാതമായിരിക്കും. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.